ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. LDC റാങ്ക് ലിസ്റ്റിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല. ജോലി കിട്ടുന്ന റാങ്കിലേക്ക് നമ്മൾ എത്തണം, ആദ്യഘട്ടത്തിലുള്ള റാങ്കിലേക്ക് എത്തണം. അങ്ങനെ എത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു വില്ലനായിട്ട്, നമ്മളൊക്കെ ഏറ്റവും വലിയ തടസ്സമായിട്ട് വരുന്നത് നെഗറ്റീവ് മാർക്ക് തന്നെയാണ്. എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് നിങ്ങളുടെ റാങ്കിനെ തീരുമാനിക്കുന്നത്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. 2-3 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു എന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 60 മാർക്കിന്റെ അറൗണ്ട് എത്തുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ ഒരു ഘട്ടത്തില് 1, 2, 3 ഒരു 3 എണ്ണം തന്നെ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മാർക്ക് പോവാണ്. ഈ ഒരു മാർക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ റാങ്ക് ചിലപ്പം നമ്മളൊരു 100ന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട നമ്മൾ ചിലപ്പോൾ 200-ലോ 300-ലോ ആയിപ്പോവും. ഓക്കെ, ഇനി ഇതേ ഘട്ടത്തിൽ ഈ ഒരു നെഗറ്റീവ് മാർക്ക് 3-ലധികം വന്നാൽ, ഒരു 4-ഓ 5-ഓ വരെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും നിങ്ങൾ വളരെ താഴോട്ടുള്ള റാങ്കിലേക്ക് പോകും. നിങ്ങൾക്ക് അറിയാം, ഒരു 100 റേഞ്ചിലുള്ള ഒരു റാങ്ക് എടുത്തു കഴിഞ്ഞാൽ, പോട്ടെ ഒരു 200 റാങ്കിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത മാർക്കുകളുള്ള ആളുകൾ തന്നെയാണ് ഒരേ ഒരേ റേഞ്ചിൽ വരുന്നത്. ഇതിൽ തന്നെ ഒരേ മാർക്കുള്ള ആളുകളെ എങ്ങനെയാണ് റാങ്ക് വരുന്നത്? അതായത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കാം. പ്രായം കൂടിയ ആളുകൾക്ക് ഇപ്പം സപ്പോസ് 58.33 ആണല്ലോ വരിക, അല്ലെ? അപ്പം 58.33 ഈ ഒരു മാർക്ക് വാങ്ങിയ ഒരു 10-15 പേര്, അല്ലെ അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. ഒരേ മാർക്കുള്ള വലിയൊരു റേഞ്ച് ഓഫ് ആൾക്കാർ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു റേഞ്ച് ഓഫ് ആൾക്കാരിൽ പ്രായം കൂടിയ ആളുകളെയാണ് ഫസ്റ്റ് ഓർഡർ, ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഓർഡറിലാണ് വരിക. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്നത്. സോ ഈ നെഗറ്റീവ് മാർക്കിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം? ഇതിനാകെ ഒരു വഴിയുള്ളൂ, പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ അവസാനം പരീക്ഷ എഴുതുന്നത് എങ്ങനെയാ? ബബിൾ ചെയ്തിട്ടാണ്. നിങ്ങൾ വായിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് നിങ്ങൾ എന്തൊക്കെ മാർക്ക് ചെയ്തു, നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് OMRൽ ബബിൾ ചെയ്തതിനുള്ള മാർക്കാണ്. സോ അത് പ്രാക്ടീസ് ചെയ്യണം, ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അവിടെ തെറ്റുകൾ വരുത്താം, പക്ഷെ ശരിക്കും നിങ്ങൾ എന്നാണോ നിങ്ങളുടെ പരീക്ഷ അന്ന് പോകുമ്പോൾ ഈ തെറ്റുകൾ വരുത്തരുത്. അറിയാതെ മാർക്ക് ചെയ്തു പോവാ, Bക്ക് പകരം C മാർക്ക് ചെയ്തു പോവാ, അത് നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്തത്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ ഒരു തെറ്റുകൾ വരുത്താം. സോ അത്തരത്തിലുള്ള മിസ്റ്റേക്സ്, നമ്മൾ വരുത്തുന്ന മാനുവൽ എറേഴ്സ്, ഇത് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസിലൂടെ കുറയ്ക്കാം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യ പേപ്പറുകൾ കിട്ടുക? സ്ഥിരമായിട്ട് PSC മാസത്തിൽ ഒരു ജനറൽ PSC ചോദ്യ പേപ്പർ എങ്കിലും PSCയുടെ തന്നെ ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് ചെയ്തു നോക്കണം. പണ്ടത്തെ ചോദ്യ പേപ്പർ, പണ്ടത്തെ ഇൻ ദ സെൻസ് 2021 ശേഷമുള്ള ചോദ്യ പേപ്പറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ എടുത്ത് ചെയ്തു നോക്കാം നമുക്ക്. അതുപോലെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ചോദ്യ പേപ്പറുകൾ വരുന്നുണ്ട്, അത് ചെയ്തു നോക്കാം. അതുപോലെ ഇഷ്ടം പോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. പരമാവധി അത് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ടെലഗ്രാമിലും പല ചാനലിലും പോളുകളൊക്കെ അവൈലബിൾ ആണ്. അവിടെ തെറ്റ് വരുത്തുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെസ്റ്റ് സീരീസുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തെറ്റ് വരുത്തുന്നതൊക്കെ എഴുതി വെക്കാൻ വേറൊരു നോട്ട് തന്നെ വെക്കണം. അത് പിന്നെ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അത് ഇംഗ്ലീഷിലായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, മാത്സിനായിക്കോട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയുന്നത് മാത്സിനൊക്കെ ആയിരിക്കും. മാത്സിന് നമ്മൾ അറിയില്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പോകാറില്ല, കുത്താൻ പോകാറില്ല, അല്ലെ? അത് അവിടെ തന്നെ വെക്കും. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഈ 3 കാര്യങ്ങൾക്ക് 30 മാർക്കിന്റെ ഈ 3 ടോപ്പിക്സിന്, ഈ 3 സബ്ജക്ട്സിന് നമുക്ക് നെഗറ്റീവ് മാർക്ക് പലപ്പോഴും കുറവായിരിക്കും. കാരണം ഇവിടെ നമ്മൾ വളരെ സേഫ് ആയിട്ട് കളിക്കാറുണ്ട്. പലപ്പോഴും അറിയാത്തത് നമ്മൾ പോയി എന്ത് ചെയ്യാറില്ല, കുത്താറില്ല. പക്ഷെ GK ആണ് എല്ലാവരും മണ്ടത്തരം വരുത്തുക. GKയിൽ എല്ലാവരും എന്ത് ചെയ്യും? ഇതാവാൻ സാധ്യത ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പോയിട്ട് വെറുതെ കുത്തി കൊടുക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതിൽ പരമാവധി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. അതിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഈ ചോദ്യം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ റൗണ്ടില് ഫസ്റ്റ് റൗണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു ഏറ്റവും അറിയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ടിൽ അറ്റൻഡ് ചെയ്യും. സോ ഇനി ഈ ഭാഗം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. സോ പല ആൾക്കാരും ചെയ്യുന്നത് ആദ്യം തന്നെ എല്ലാം ബബിൾ ചെയ്ത് പോകാന്നുള്ള മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിനേക്കാളും ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഫസ്റ്റ് റൗണ്ട് ചോദ്യം വായിച്ചതിന് ശേഷം അറിയുന്നത് മാത്രം മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് എണ്ണി നോക്കാം. ഓക്കെ, അത് ഏറ്റവും അറിയുന്ന കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്യുക. ബാക്കി ഡൗട്ട് ഉള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഇത് എണ്ണി നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ എത്ര എണ്ണം ബബിൾ ചെയ്യും, ചോദ്യ പേപ്പർ കണ്ടാൽ അത് ഈസി ആണോ അല്ല ടഫ് ആണോ എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും.
അത് വെച്ചിട്ട് നിങ്ങളെ ഉള്ളിൽ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണം. ആ കാൽക്കുലേഷനിലേക്ക് എത്താൻ ഇനി എത്ര എണ്ണം ബബിൾ ചെയ്യണം. അപ്പൊ പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യും, ഏകദേശം സാധ്യതയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ പോകും. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം നമ്മുടെ മുന്നിലുള്ളത് UPST ആണ്. സോ UPSTയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വളരെ ഈസി എക്സാം ആയിരുന്നു. പരീക്ഷ ഈസി ആകുമ്പോഴുള്ള പ്രശ്നം എന്താണ്, അത് എല്ലാവർക്കും ഈസി ആയിരിക്കും. സോ അധികം പഠിക്കാത്ത ആളുകളും ലിസ്റ്റിലേക്ക് കയറി വരും. സോ അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നതും അതുപോലെ ടോപ്പ് മാർക്കും ഒക്കെ വളരെ എന്തായിരിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഈസിയാണ്, നെഗറ്റീവ് മാർക്ക് പലപ്പോഴും കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരേ മാർക്കുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കട്ട് ഓഫ് വളരെ ഉയരുന്നത് കൊണ്ട് തന്നെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ടെൻഷൻ കൂടുതലായിരിക്കും. കാരണം കുറച്ച് പഠിച്ച ആൾക്കാരും പഠിച്ചവരും എല്ലാവരും എന്താണ്, ഒരേ ലെവലിലാണ് അവിടെ വരുന്നത് അല്ലെ, ഈസി ആവുന്ന സമയത്ത്. സോ പരീക്ഷ ഈസി ആവുന്നത് ഒരിക്കലും നല്ലൊരു ടെൻഡൻസി അല്ല. ഓക്കെ, ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പരീക്ഷ ഈസി ആവുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം പഠിക്കാത്ത ആളുകൾക്കും അവിടെ ലക്ക് എന്നുള്ളൊരു ഫാക്ടർ അവിടെ കൂടുതലായിട്ട് വരും പരീക്ഷ ഈസി ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ പരീക്ഷ ടഫ് ആവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. LDC എക്സാം ടഫ് ആയിക്കോട്ടെ. ടഫ് ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നെഗറ്റീവ് മാർക്ക് കുറച്ച് പരീക്ഷ എന്ത് ചെയ്യുക, ആ ഒരു ലെവൽ പ്ലേയിങ് ആയിട്ട് എല്ലാവർക്കും പ്ലേ ചെയ്യാനും അതേപോലെ എല്ലാവർക്കും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഈ LPയും UPയും ഒക്കെ എന്താണ്, LDC പരീക്ഷയുടെ മുന്നുള്ള ഒരു പരീക്ഷയാണ്. സോ അത് നമ്മൾ കീ ആയിട്ട് വാച്ച് ചെയ്യണം. നല്ല ശ്രദ്ധിച്ച് ഈ ചോദ്യ പേപ്പറുകൾ നമ്മൾ വാച്ച് ചെയ്യണം. എവിടുന്നാണ് ഈ ചോദ്യങ്ങൾ വന്നത്, ഇതിന്റെ സോഴ്സുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്തും എക്സ്പെക്ട് ചെയ്തിരിക്കാം നമ്മൾ. ഈസി ആയിക്കോട്ടെ, ടഫ് ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, എന്തിനും തയ്യാറായിട്ട് വേണം നമ്മൾ LDCക്ക് ഇറങ്ങാൻ. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളോട് ചിന്തിച്ചിരിക്കാൻ ഇനി സമയമില്ല. ഇനി വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഇനി നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഗാന്ധി പറഞ്ഞ പോലെ. സോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രവർത്തിച്ചു തുടങ്ങാൻ, ചിന്തിച്ചിരിക്കാനുള്ള സമയമില്ല. അത്രയും ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ കുറവാണ്. അവസരം ഇനി നിങ്ങൾക്ക് 2-3 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അത്രയും നമ്മുടെ മുന്നിൽ കാത്തിരിക്കാനില്ല. സോ ഈ സമയം പ്രവർത്തിച്ചാൽ അതിനൊരു ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. സോ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് PSCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നല്ലൊരു റാങ്കിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഡെയിലി നമ്മുടെ ടെലഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതേപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാതിരിക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ ക്ലിയർ ആയിട്ട് ലക്ഷ്യത്തെ മാത്രം കാണുക. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. നമ്മുടെ പ്രൈമറി, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ലൈഫിൽ ഇപ്പൊ എന്താണ്, അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. കേരള PSCക്ക് ആവശ്യം ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ്. സോ അതിൽ ഒരാളാണോ നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. നിങ്ങൾ ഒരു ഓഫീസിൽ കയറിയാൽ അവിടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ആയിരിക്കണം SN ഉദ്യോഗാർത്ഥി അല്ലെ, ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങളൊരു ജോലി ചെയ്യുന്നത് പോലെ എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠനവും മുന്നോട്ട് പോട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകരുത്. കുറേ പഠിച്ചിട്ടല്ല കാര്യം, എന്താണ്, പ്ലാൻ ചെയ്ത് പഠിക്കുക. നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്ലാനിങ് പുറകിൽ നടക്കണം. വെറുതെ പോയി പഠിച്ചിട്ട് കാര്യമുണ്ടോ, കാര്യമില്ല. ഈ കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.